അല്ലെങ്കിലും ബീച്ചില്ലാതെ എന്താ ആഘോഷം. എനിക്ക് കോഴിക്കോട് ബീച്ച്, SM സ്ട്രീറ്റ് ഇത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒന്ന് മാസത്തിലൊരിക്കലും എനിക്ക് അവിടെ പോകണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബീച്ചിൽ ഞാൻ വരുന്നതന്നെ എന്താ ഈ ഉപ്പിലിട്ടത് തിന്നാനും പിന്നെ കടലിൽ ചാടി കളിക്കാനും. ഇപ്പോൾ ബീച്ചിൽ സ്റ്റാളുകളൊക്കെ ഇതായി നമുക്ക് പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ബീച്ച് അതുകൊണ്ട് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. പക്ഷേ ഇടയ്ക്കൊരു കടയൊക്കെ കാണുമ്പോൾ ഒരു രസമായിരുന്നു കേട്ടോ. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് നല്ലത്. കാരണം ആളുകൾ കഴിച്ചിട്ട് വേസ്റ്റൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകുമല്ലോ. ഇപ്പോൾ ബിന്നെ തന്നെ നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ ഫൈൻ വരുന്നു ഇവരോടൊന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടെങ്കിലും എല്ലാവരും കുറച്ച് ശ്രദ്ധിക്കായിരിക്കും. പിന്നെ നമ്മൾ കഴിച്ചത് ഉപ്പിലിട്ട കൈതച്ചക്ക. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എത്ര വേണമെങ്കിലും ഞാൻ കഴിക്കും ഗൈസ്. അപ്പം ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ആ അച്ചാറല്ല ആ മുളക് വെള്ളം അതും കൂടി കൂട്ടി കഴിക്കാം. അതിനിടയിൽ നമ്മുടെ അഞ്ജലീനെ ഏതോ ഒരു വ്ളോഗർ വന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നത് കണ്ടു കേട്ടോ. അവളോട് ഇങ്ങനെ സ്റ്റാളുകൾ ക്രമീകരിച്ചത് നല്ലതാണോ അതോ മുന്നത്തതായിരുന്നോ നല്ലത് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. അഞ്ജലി അല്ലേ മോള്, കിട്ടിയ ജൻസിന് അവൾ ഘോരമായി പ്രസംഗിക്കുന്നത് കേട്ടു. ഇനി വാ കടലിന് അടുത്തുനിന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഇതേ ഒരു ഫോട്ടോഗ്രാഫർ ചേട്ടൻ ഞങ്ങൾ വിടുമോ, ഞങ്ങൾ ചേട്ടനെ കൊണ്ട് 3-4 ഫോട്ടോസ് എടുപ്പിച്ചു. ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്ക് ഇതൊരു നല്ല കാര്യം തന്നെയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ചേട്ടൻ എന്താ അപ്പം തന്നെ ഫോട്ടോ തന്നു. ഇൻസ്റ്റൻറ്റ് ഫോട്ടോ റെഡി. ദേ അഞ്ജലി വന്നു, ദിൽഷത്ത വന്നു. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര കാറ്റുണ്ടായിരുന്നു. മുടിയൊക്കെ പറന്ന് കളിക്കുന്നതിനെ കൊണ്ട് നല്ല മുടി പറത്തിയ അടിപൊളി ഫോട്ടോ ആണ് എനിക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ വീണ്ടും കുറേ അതിലേക്ക് നടന്നു. കടൽ ഒരുപാട് ഉൾവലിഞ്ഞ് പോയിട്ടുണ്ട് ഗൈസ്. എനിക്ക് സങ്കടമായി. തീരെ അങ്ങനെ ഒരുപാട് വരുന്നൊന്നുമില്ല. സാധാരണ നമ്മൾ കടലിൽ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ചാടി മറിഞ്ഞ് കളിച്ചിട്ടേ പോകാറുള്ളൂ. അപ്പോൾ ഡ്രസ്സൊക്കെ മുക്കാലും നനയാറുണ്ട്. നിച്ചുമോനെ കൊണ്ടുവരുന്ന സമയത്ത് അവനൊരു ട്രൗസർ ഞാൻ എപ്പോഴും എക്സ്ട്രാ എടുക്കാറുണ്ട്. പിന്നെയും നമ്മൾ കഥകളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറേ നടന്നു കേട്ടോ. പിന്നെ അവിടെ ബോട്ടിൽ റൈഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മൾ തീരുമാനം മാറ്റി. നല്ല പൊരിവേലായിരുന്നു. എന്നാലും ഞങ്ങൾ കഥേൻ്റെ ഇടയിൽ അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ കണ്ടോ, ഇവിടുന്ന് ഇപ്പം നോക്കുമ്പോൾ കടലിനെ കാണാൻ ഭംഗിയുണ്ട്. പക്ഷേ തിരയിലായിട്ട് അത്ര ഭംഗിയൊന്നുമില്ല. എനിക്ക് സങ്കടമായി. ഈ ബലൂണിൻ്റെ ഇത് കണ്ടോ, അവരില്ലേ നേരത്തെ ശക്തമായ കാറ്റടിച്ചപ്പോൾ അവർ അത് ശക്തിയായിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത് പറന്നു പോകാൻ തിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തായിരുന്നു ഗൈസ്. പക്ഷേ ഓൺ ചെയ്തിട്ടില്ല. വീഡിയോ ഓണാക്കാണ്ടാണ് ഫോട്ടോ എടുത്തത്. അങ്ങനെയുണ്ട്. ഞാൻ സൂപ്പറല്ലേ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ തിരിച്ചു പോകാൻ വിചാരിച്ചു. അങ്ങനെ ഒന്ന് പോകാൻ പറ്റും. ബീച്ചിൽ വന്നിട്ട് ഒരു കാടമുട്ടയും ചായയും കുടിക്കാണ്ട് പോകാൻ പറ്റുമോ? വീണ്ടും തിന്നാനായി പോയി. നേരത്തെ നിങ്ങൾ എൻ്റെ വോയിസ് കേട്ടോണ്ടിരുന്നത്